ഗുഡ് മോർണിംഗ് ഓൾ. ലൈഫ് ഓഫ് വേവ്സിൻ്റെ അടുത്തൊരു പോസ്റ്റിംഗ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമ്മുടെ നാട്ടിലെല്ലാം കാണപ്പെടുന്ന ഒരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിവിഷൻ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ ഹെഡ് ഓഫീസുള്ള ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് 7/2/2024, ക്ലോസിംഗ് ഡേറ്റ് 25/2/2024. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഫോർ ഓൺലൈൻ ടെസ്റ്റ് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ 2024 ആയിരിക്കും. വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1025 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. എന്തൊക്കെ വേക്കൻസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസർ ക്രെഡിറ്റ്, മാനേജർ ഫോറക്സ്, മാനേജർ സൈബർ സെക്യൂരിറ്റി, സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി. ഓഫീസർ ക്രെഡിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 36,000 തൊട്ടാണ് ബേസിക്. കൂടാതെ DA, CCA, കോമ്പൻസേറ്ററി സിറ്റി അലവൻസ് ആണ് CCA, HRA ഓർ ലീസ് അക്കോമഡേഷൻ, ലീവ് ഫെയർ കൺസെഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് ബാങ്കിൻ്റെ അനുസരിച്ച് വരുന്നതായിരിക്കും. ടോട്ടൽ വേക്കൻസിയിൽ നമുക്ക് നോക്കാം. EWS 100, അൺറിസർവ്ഡ് 400, SC 152, ST 70, OBC 270 എന്നിങ്ങനെ 1000 വേക്കൻസി ഓഫീസർ കാഡറിലുണ്ട്. മറ്റുള്ളതിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. സീനിയർ മാനേജർ പോസ്റ്റിന്റെ 5 വേക്കൻസിയിൽ 3 അൺറിസർവ്ഡ് ആണ്, ഒരു OBC, ഒരു ST. സിമിലർലി മാനേജറിൽ നോക്കുമ്പോഴും അതേപോലെ ഒരു OBC, ഒരു SC, 3 അൺറിസർവ്ഡ്. മാനേജർ 4Xൽ 2 SC, ഒരു ST, 4 OBC, ഒരു EWS ആൻഡ് അൺറിസർവ്ഡ് 7. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് കറസ്പോണ്ടിങ് വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട് അവര്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താന്ന് നോക്കാം നമുക്ക്. ഓരോരോ ഏജിനും ഏജ് ആൻഡ് ഇത് വ്യത്യാസം വരുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ വ്യത്യാസം വരുന്നുണ്ട്. ഓഫീസർ ക്രെഡിറ്റിന് ജൂനിയർ മാനേജർ ലെവലാണ്. അതിൽ 21 മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവരായിരിക്കണം. CA കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ. മാൻഡേറ്ററി അല്ല, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡിസൈറബിൾ ആണ്, അത്രയേ ഉള്ളൂ. CA അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് CMA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ CFA അനലിസ്റ്റ്, ഓർ MBA ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്. ഇവരൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ ഇതുള്ളവര്. വേറെ ബാക്കിയുള്ളതിലെല്ലാം എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് ജൂനിയർ മാനേജർ 4X നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. പക്ഷെ ഏജ് കൂടിയിട്ടുണ്ട്. ഇവിടെ ഏജ് ലിമിറ്റ് 25 മുതൽ 35 വയസ്സ് വരെയാണ്. മാനേജർ സൈബർ സെക്യൂരിറ്റിയും 25 മുതൽ 35 വരെ, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ IT of which at least 1 year experience in managing IT and cyber security in large data center. Okay, BE, BTech or computer science, electronics and communication or MCA എന്നിങ്ങനെയാണ് പറഞ്ഞത്. ഡിസൈറബിൾ ആണ് MTech പറയുന്നത്. ഓക്കെ, സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി 27 മുതൽ 38 വയസ്സ് വരെ, 4 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. സെയിം ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് പറയുന്നത്. സോ ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറാണ്, ഗ്രോയിങ് സെക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത് ഇതിൽ. സോ ഏജ് റിലാക്സേഷൻ കറസ്പോണ്ടിങ് ടു റിസർവേഷൻ ബേസിസിൽ അവൈലബിൾ ആണ് എക്സ് സർവീസ്മെൻ അങ്ങനെയുള്ളവർക്കൊക്കെ. സോ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ പിങ് ചെയ്ത് വെക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. കാരണം ഇതൊരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടുകാർക്ക് യൂസ് ആവും. അവർക്ക് അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അവർ മേ ബി ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഓക്കെ, താങ്ക് യു.